ആദ്യമായി അല്പം വൈകിയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. താമരശ്ശേരിയിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരേണ്ടി വന്നതിനാലാണ് വൈകിയത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജറാം ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. 114ാമത് ആണ്ട് നേർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എല്ലാവർക്കും ഏറ്റവും ആരാധ്യനും പ്രിയങ്കരനുമായിരുന്നു എന്നുള്ളത് ഇവിടെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പൂർണ്ണമായും സന്തോഷവും സമാധാനവും നൽകാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ പ്രവർത്തനത്തിലാണ് ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നടത്തി വന്നിരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൊടിയത്തൂരിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ മതപഠനത്തിൽ താല്പര്യം കാട്ടി മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠനത്തിൽ താല്പര്യം കാണിക്കുകയും അങ്ങനെ പരിപൂർണമായും മതാധിഷ്ഠിതമായ കാര്യങ്ങൾ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പാനൂർ ദർസിൽ വളരെക്കാലം പഠിച്ച് സൂഫിയായി ജീവിച്ചു. കുറേ കാലം പൊന്നാനി ദർസിൽ ചെലവഴിച്ച ഷെയ്ഖ് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെത്തി. അങ്ങനെ ഇവിടെ ഷെയ്ഖായി. പുത്തൻപള്ളി ഷെയ്ഖ് എന്നറിയപ്പെടുന്നത് കൊണ്ട് അറിയപ്പെടുന്നത് ഷെയ്ഖിൻ്റെ സന്നിധിയിലെത്തുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഷെയ്ഖ് എന്നും ശ്രമിച്ചിരുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ഒരു വലിയ സൂഫി വര്യൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജറാമിൽ വരാനും ഈ 114ാമത് ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് ഒരു മഹാ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. ഇവിടെ നമ്മുടെ മുഹമ്മദ് ഫൈസി എനിക്ക് അതിനുമായി വളരെ വർഷങ്ങളായി ബന്ധമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ട് കാലമായി എനിക്ക് ഏറ്റവും അടുപ്പമുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും ഞങ്ങൾ നേരിൽ കാണാറുണ്ട്. അതുപോലെയാണ് പേരാട് ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ വന്യനായ പിതാവുമായിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ അടുപ്പമുള്ളത്. അപ്പം പേരോട് ഉസ്താദ് സെക്കൻഡ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അപ്പം അങ്ങനെ മഹാവിശിഷ്ടരായിട്ടുള്ള നിരവധിയായ വ്യക്തികൾ, പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഈ സദസ്സ് എന്തുകൊണ്ടും ചൈതന്യവത്താണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എല്ലാ മതവിശ്വാസങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. കേരളീയ സമൂഹം, ഇന്ത്യൻ സമൂഹം എല്ലാ മതവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന മനസ്സുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും എല്ലാ ആത്മീയ ചിന്തകളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഏതാണ്ട് 18 കോടിയിലധികം വരുന്ന മുസ്ലിം സമൂഹത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവർ ഈ നാടിൻ്റെ ഭാഗമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം ആർക്കും എഴുതാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെയും പുരോഗതി ആര് വിചാരിച്ചാലും
അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും പേരുകേട്ട നമ്മുടെ നാട് കൂടുതൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ജനസമൂഹങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്തരം ശ്രമങ്ങളൊന്നും രാജ്യത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ സമൂഹത്തിനോ യോജിച്ച ഒന്നല്ല. ഇന്ത്യയുടെ മതേതര പാരമ്പര്യങ്ങളെ, ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ ഒരു ഭരണകൂടം വിചാരിച്ചാലും ഇല്ലാതാക്കാൻ സാധ്യമല്ല. ഇന്ന് രാജ്യത്ത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിലും ഇഴുകിച്ചേർന്നിട്ടുള്ളതാണ്. അതിനെ ആരെങ്കിലും വിചാരിച്ചാൽ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല. അത് ഈ മണ്ണിൽ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ഈ രാജ്യത്ത് ഏതാണ്ട് നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുകയുണ്ടായി. അവരെല്ലാവരും ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. അവരാരും ഇന്ത്യയിൽ നിലനിന്ന മറ്റു മതങ്ങളെ ഇകഴ്ത്തി കാണിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചിട്ടില്ല. മുഗൾ രാജാക്കന്മാരുടെ രാജസദസ്സുകളിൽ എല്ലാ പണ്ഡിതന്മാർക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ മതപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അന്ന് ആ രാജാക്കന്മാർക്ക് വേണമായിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ മുഗൾ രാജാക്കന്മാർ ഒരിക്കലും അങ്ങനെ ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരികയും ക്രൈസ്തവ വിശ്വാസികളായ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായത്. ക്രൈസ്തവ വിശ്വാസികളായതുകൊണ്ട് ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാജ്യത്തിൻ്റെ അധീനതയിലുള്ള, ക്രൈസ്തവ മതത്തിൻ്റെ അധീനതയിലുള്ള രാജ്യമാക്കി മാറ്റാൻ അവരാരും ശ്രമിച്ചിട്ടില്ല. അവരും എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. അതിനുശേഷം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും രാജ്യം ഉയർത്തിപ്പിടിച്ചത് മതേതരത്വമാണ്. സർവധർമ്മ സമഭാവ്, എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണാൻ കഴിയുന്ന മഹത്തായ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശമാണ് ഇന്ത്യയിൽ ഉയരുന്നത്. അതാണ് ഇന്ത്യയുടെ ചരിത്രം, അതാണ് ഇന്ത്യയുടെ പൈതൃകം, അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കാൻ കഴിയുന്ന, എല്ലാ ചിന്തകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ആ പൈതൃകമാണ് നമുക്കുള്ളത്. അതേതെങ്കിലും ഒരു ഭരണാധികാരി വിചാരിച്ചാലോ തൻ്റെ കസേര നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനിടയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു കാര്യം ഓർക്കണം, ഈ രാജ്യത്തെ ജനത അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ അത് യാഥാർത്ഥ്യമാക്കിയ ഒരു കാര്യമാണ്. നമ്മളും നമ്മുടെ ഭരണഘടനയും, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയാണ്. മഹാനായ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ ഭരണഘടന എഴുതിയപ്പോൾ ഇന്ത്യയുടെ പ്രത്യേകതകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു ആ ഭരണഘടന എഴുതിയത്. മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളത് മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന
ജനങ്ങളാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സോളംലി അഫേർഡ് എന്ന് പറയുന്ന ആ വാചകങ്ങൾ, അതിൻ്റെ പ്രിയാമ്പിൾ. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ മൗലികമായും മതേതര വിശ്വാസികളാണ്, മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. അവരെ തമ്മിലടിപ്പിക്കാനും അവരുടെ മനസ്സുകളെ അകറ്റാനും നടത്തുന്ന ഏതൊരു ശ്രമത്തെയും നമുക്ക് യോജിച്ച് നിന്നുകൊണ്ട് ദുർബലപ്പെടുത്താനും പരാജയപ്പെടുത്താനും നമുക്ക് സാധിക്കണം. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ പുരോഗതിയും മാനവരാശിയുടെ ഉത്കർഷവുമാണ്. ഒരു മതവും മറ്റൊരു മതത്തെ ഹിംസിക്കാൻ പറയുന്നില്ല. ഒരു മതവിശ്വാസിയെ ദ്രോഹിക്കാൻ മറ്റൊരു മതത്തിലെ വിശ്വാസിയും പറയുന്നില്ല. ഇസ്ലാം മതം ത്യാഗത്തിൽ അധിഷ്ഠിതമായ മതമാണ്, സ്നേഹത്തിൽ അധിഷ്ഠിതമായ മതമാണ്. ത്യാഗവും സ്നേഹവും അനുകമ്പയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ആ മഹത്തായ സന്ദേശം ഇസ്ലാം മതം ലോകത്തിന് നൽകിയിട്ടുള്ളതാണ്. അനുകരണീയമായ നിരവധിയായ മാതൃകകളാണ് ഖുർആനിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. ആ മാതൃകകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും പാതയിലൂടെ മാത്രമേ മുന്നോട്ട് പോകുന്നു. തീവ്രവാദവും യുദ്ധവും ഒന്നിനും പരിഹാരമല്ല. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ആയുധമെടുക്കുന്നവർക്ക് ആയുധത്തിലൂടെ തന്നെയാണ് അന്ത്യം. ആയുധങ്ങളല്ല നമുക്ക് ആവശ്യം. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും യുദ്ധങ്ങൾ നടക്കുന്നു. നിരന്തരമായി ഗാസയിൽ ബോംബേറുകൾ നടക്കുന്നു. നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു. യുദ്ധം അവസാനിക്കുന്നില്ല. ഇസ്രായേൽ ഗാസയിലേക്ക് അയക്കുന്ന മിസൈലുകളും ബോംബുകളും അവിടെ ഇല്ലാതാക്കുന്ന മനുഷ്യ ജീവനുകളെയാണ്. അതെന്തിനു വേണ്ടിയാണ്? ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ട് പോലും യുദ്ധം നിർത്താനുള്ള നീക്കമില്ല എന്ന് പറയുമ്പോൾ രക്തദാഹികളായ ഭരണാധികാരികൾ വിതയ്ക്കുന്ന വിനാശകരമായ പ്രവർത്തനങ്ങളെ നമുക്ക് നേരിട്ടേ മതിയാവും. ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം ഒരാഴ്ചക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ തീരുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളാകുന്നു. അവിടെയെല്ലാം മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, സംഹാരം ഒന്നിനും പരിഹാരമല്ല. സൃഷ്ടിക്കുന്നവന് മാത്രമേ സംഹരിക്കാനുള്ള അവകാശമുള്ളൂ. സൃഷ്ടിക്കുന്നവന് മാത്രമേ ആ അവസാന വാക്കായി നിലകൊള്ളാൻ കഴിയൂ. ആ സൃഷ്ടാവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ മാനവ സമൂഹത്തിന് കഴിയേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരം യുദ്ധങ്ങളും പരസ്പരം വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താനും സമൂഹങ്ങൾ കൂടുതൽ പുരോഗതി കൈവരിക്കുകയും ജനങ്ങൾ കൂടുതൽ നന്മ നെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതവും മെച്ചപ്പെടുന്നത്. ഞാൻ ഈ വൈകിയ വേളയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവരുടെ 114ാമത് ആണ്ട് നേർച്ച ഇത്തരം വിശുദ്ധമായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകാൻ സാധിക്കണം. അങ്ങനെ നൽകാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും നിലനിർത്തിക്കൊണ്ട് വിവിധ മതങ്ങളും മതവിശ്വാസങ്ങളും തമ്മിലുള്ള ശക്തമായ യോജിപ്പ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തും മതങ്ങളുടെ പേരിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് രക്തച്ചൊരിച്ചിലുകൾക്ക് അവസാനം വരുത്തിക്കൊണ്ട് പരസ്പര വിശ്വാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് യോജിപ്പിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. വ്യക്തികൾ വ്യക്തികൾക്കെതിരെ, കുടുംബങ്ങൾ കുടുംബങ്ങൾക്കെതിരെ, എന്തിന് കുടുംബത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
സമൂഹത്തിന് നേരെയും രാജ്യത്തിന് നേരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത്. ഈ സാംസ്കാരിക സമ്മേളനം തന്നെ അത്തരം മഹത്തായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ അജയ് മോഹനാണ്. അപ്പോൾ അജയ് മോഹൻ എന്നോട് വിശദീകരിച്ചു തന്നു ഇവിടുത്തെ പ്രത്യേകത, ആണ്ട് നേർച്ചയുടെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു. ശ്രീ ടി കെ അഷ്റഫ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഈ ആണ്ട് നേർച്ചയുടെ പ്രത്യേകതയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറാമിൻ്റെ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും പ്രത്യേകതയെ പറ്റിയെല്ലാം. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ജ്ഞാനികളും മഹാപണ്ഡിതന്മാരും പരിശുദ്ധരായ വ്യക്തികളുമാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്. അവരാണ് നമുക്ക് ശക്തി നൽകുന്നത്. ആ ശക്തി പൂർണ്ണമായും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. ശ്രീ മുഹമ്മദ് കുട്ടി ഫൈസി എന്നെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കുറേയൊക്കെ അദ്ദേഹം കയ്യിൽ നിന്ന് ഇട്ടു പറഞ്ഞ കാര്യമാണ്. അത്രയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനും സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും എളിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് മറ്റൊരു സന്തോഷമുള്ളത് നമ്മുടെ ഉസ്താദ് സെക്കൻഡറിനെ കണ്ടതാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവുമായി എനിക്ക് വർഷങ്ങളുടെ ബന്ധമാണുള്ളത്. വളരെയേറെ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനെയും കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർകദഹു അവരുടെ 114ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ചിന്തോദ്ദീപകമായ വാക്കുകൾ കൊണ്ട് സാംസ്കാരിക പ്രഭാഷണം നിർവഹിച്ച കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവർക്ക് കൃതജ്ഞതകൾ അറിയിക്കുന്നു. അനുസ്മരണ സംഗമം ആരംഭിക്കുന്നു. പ്രമുഖ വാഗ്മിയും പണ്ഡിതനും മൗലാന പേരോട് ഉസ്താദ് അവറുകളുടെ പ്രിയപുത്രൻ കൂടിയായ പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവറുകൾ മഹാനായ ഷെയ്ഖ് അവറുകളെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുന്നു. സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു.